മറ്റു വാർത്തകളിലേക്ക്. കോതമംഗലത്ത് 23-കാരി സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം മതം മാറാൻ റമീസിന്റെ വീട്ടുകാർ നിർബന്ധിച്ചെന്ന് സോനയുടെ സഹോദരൻ ബേസിൽ എൽദോസ് പറഞ്ഞു. മതം മാറാൻ വിസമ്മതിച്ചപ്പോൾ റമീസ് സോനയെ മർദ്ദിച്ചു. ഇക്കാര്യങ്ങൾ സോന സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. റമീസും മാതാപിതാക്കളും ചേർന്നാണ് മർദ്ദിച്ചതെന്നും സഹോദരൻ വ്യക്തമാക്കി. നിഷ ദിലീപ് ഇപ്പോൾ കോതമംഗലത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. നിഷ, ഈ പ്രതിയെ പിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ലവ് ജിഹാദ് സ്വഭാവം അല്ലെങ്കിൽ മതം പറഞ്ഞ് പ്രണയത്തിൻ്റെ രീതിയിലേക്ക് എത്തുകയും പിന്നീട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അതൊരു കൃത്യമായി പ്രണയമല്ല, മറിച്ച് പ്രണയം നടിച്ചുള്ള മതം മാറ്റമാണ് ലക്ഷ്യം എന്ന രീതിയിലേക്കുള്ള കണ്ടന്റ് വാർത്തകൾ അത് കൃത്യമായി കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ജനം TV ആണ്. അതിനാൽ തന്നെ ഇപ്പോൾ ഈ പ്രതിയെ പോലീസ് പിടികൂടി എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഷ പറയൂ. ഗൗതം, നമ്മൾ ഇന്നലെ ഈ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പക്ഷേ ഇയാളുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സോന എൽദോസിൻ്റെ വീട്ടിലാണ്. ഇവിടെ സോനയുടെ സഹോദരനുണ്ട്, അമ്മയുണ്ട്. നമുക്കറിയാം, ശനിയാഴ്ചയാണ് സോന ഒരു കത്ത് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. കത്തിൽ വിശദമായി തന്നെ സോന റമീസിനെയും റമീസിൻ്റെ വീട്ടുകാരെയും ഒക്കെ കുറിച്ച് പറയുന്നുണ്ട്. നിർബന്ധിതമായി മതം മാറ്റാൻ ശ്രമിച്ചു. മതം മാറ്റാനായി പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനായി വാഹനമടക്കം തയ്യാറാക്കി നിർത്തിയ ശേഷം സോനയെ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 3-ാം തീയതിയാണ് റമീസിൻ്റെ വീട്ടിലേക്ക്, പറവൂരിലെ വീട്ടിലേക്ക് വിളിക്കുന്നത്. അവിടെ റമീസിൻ്റെ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. വീട് നിറയെ ബന്ധുക്കളായിരുന്നു. സോന കയറാൻ മടിച്ചപ്പോൾ റമീസ് നിർബന്ധിച്ച് വീട്ടിലേക്ക് കയറ്റി. പിന്നീട് മുറി അടച്ച് അവർ മർദ്ദിച്ചു. മതം മാറിയേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചു. പൊന്നാനിയിലേക്ക് പോകണം, അതിനുശേഷം മാത്രം പൊന്നാനിയിൽ പോയി 2 മാസത്തിന് ശേഷം മാത്രമേ ഇനി വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സോന ഈ സമയത്ത് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ നിന്ന് സോനയുടെ കൂട്ടുകാരിയായ ജോൺസിയെ വിളിച്ചു. ജോൺസിയോട് ഈ കാര്യങ്ങളൊക്കെ സോന പറഞ്ഞു. പക്ഷേ ആ സമയത്തൊന്നും സോനയുടെ വീട്ടുകാർക്ക് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഇവർക്കറിയാമായിരുന്നു. ആദ്യം ഇവർ ഇക്കാര്യത്തിൽ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പിന്നീട് റമീസിനെ അനാശാസ്യ ഇടപാടിൽ പിടിച്ചു. ആ സമയത്താണ് സോന ഒരിക്കലും താൻ മതം മാറാൻ തയ്യാറല്ല, വേണമെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം, എന്നാലും മതം മാറാൻ തയ്യാറല്ല എന്നുള്ള കാര്യം റമീസിനെ അറിയിക്കുന്നത്. പിന്നീട് റമീസ് സോനയെ നിർബന്ധിച്ചില്ല. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-ാം തീയതി ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബന്ധുക്കളടക്കം നിരവധി ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു വാഹനം തയ്യാറാക്കി നിർത്തിയിരുന്നു. നിർബന്ധിച്ച് സോനയെ ആ വാഹനത്തിൽ കയറ്റി പൊന്നാനിയിലേക്ക് അയക്കാനുള്ള ശ്രമം, അതാണ് സോന തടഞ്ഞത്. ആ സമയത്ത് സോന കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു. കൂട്ടുകാരി മുഖാന്തരം ആങ്ങളയായ ബേസിലിനെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് സോനയെ അവർ മർദ്ദിച്ച ശേഷം തിരികെ വീട്ടിലേക്ക് വിട്ടത്, കോതമംഗലത്തെ വീട്ടിലേക്ക് വിട്ടത്. വീട്ടിലെത്തിയ സമയം മുതൽ തന്നെ സോന മാനസികമായി വളരെ വലിയ സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സോനയുടെ അമ്മയും സഹോദരനും പറയുന്നുണ്ട്. എന്തായാലും സോനയുടെ സഹോദരൻ ബേസിൽ ഇവിടെയുണ്ട്, അമ്മ ഇവിടെയുണ്ട്. നമുക്ക് ഈ ബേസിലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ബേസിലെ നിർബന്ധിച്ച് ഈ മതപരിവർത്തനം എന്ന ഒരു കാര്യത്തിലേക്ക് വന്നു. അതിനാണ് റമീസ് സോനയെ കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, അല്ലേ? അത് രജിസ്റ്റർ ചെയ്യാനാന്നും പറഞ്ഞ് കബളിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്ലാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവളെ കാറിൽ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ട് പോവുക, പൊന്നാനി കൊണ്ടുപോയി 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചിട്ട് ഞങ്ങളവളെ കാണിക്കുക. പക്ഷെ അവൾ നേരെ തിരിഞ്ഞു. അവൾക്ക് അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവനെ ലോഡ്ജിൽ നിന്ന് ഇമ്പോളർ ട്രാഫിക്കിന് പിടിച്ചുകൊണ്ട് ഇവൾ പറഞ്ഞു മതം മാറാതെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കും. ഇവളുടെ അവൻ്റെ കുടുംബക്കാർ ഒരു വലിയൊരു എന്താ പറയുക, മതപ്രാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും മതത്തിന് അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം. അവരുടെ ജാതിയിലേക്ക് ചേർന്നേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടാണ് ഇത്രയും ക്രൂരത അവളോട് പൂട്ടിയിട്ട് മർദ്ദിച്ചു. അവരുടെ കൂട്ടുകാർ, അവൻ്റെ പെങ്ങൾ, അവൻ്റെ വാപ്പയും ഉമ്മയും എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു മർദ്ദനം അവൾക്ക് മാനസികമായിട്ടും ചൂഷണം ചെയ്തപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇത് ആരോടും പറയാൻ പറ്റിയില്ല അവൾക്ക്. ഈ മതം മാറാൻ നിർബന്ധിച്ചപ്പോൾ സോന ഒട്ടും തയ്യാറല്ലായിരുന്നു ഈ ഞായറാഴ്ച ചെന്ന സമയത്ത്, അല്ലേ? ഓൾറെഡി തയ്യാറല്ലായിരുന്നു. മറ്റേ ഈ പ്രശ്നം ഉണ്ടായി, പിന്നെ ലോഡ്ജിൽ പ്രശ്നം ഉണ്ടായി, പിന്നെ തയ്യാറല്ലായിരുന്നു. പിന്നെ ഈ രജിസ്റ്റർ ചെയ്യാമെന്നും പറഞ്ഞ് കബളിപ്പിച്ചാണ് കൊണ്ടുപോയി ഞായറാഴ്ച. അല്ലാതെ മതം മാറി കല്യാണം കഴിക്കാമെന്നല്ല, രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പരസ്പരം പോകാം, എന്നിട്ട് വീട്ടിൽ സമാധാനമായിട്ട് പറയാം. എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ലല്ലോ, രജിസ്റ്റർ ചെയ്തല്ലേ ഉള്ളൂ, സമാധാനമായിട്ട് ആണ്ട് കഴിയുമ്പോൾ അപ്പൻ്റെ ആണ്ട് കഴിയുമ്പോൾ നടത്താമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിലായിരിക്കും അവൾ ചിന്തിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മൊത്തത്തിൽ വഞ്ചിക്കപ്പെട്ടു അവൾ. ബന്ധുക്കളൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു. ബന്ധുക്കളും എല്ലാവരും, ഉമ്മയുടെ ആൾക്കാർ, വാപ്പയുടെ ആൾക്കാർ, എല്ലാവർക്കും ഇവരുടെ ബന്ധുക്കളാണ് ഇവരുടെ മെയിൻ. എൻ്റെ അടുത്ത് ഇവളുടെ ഉമ്മയും വാപ്പയും കല്യാണാലോചനയായിട്ട് വന്നപ്പോൾ പറഞ്ഞാൽ
നിങ്ങൾ ഇവിടുന്ന് മതം മാറി വന്നു കഴിയുമ്പോൾ നീ ഇവിടെ നടക്കണ കാര്യം അവിടെ നടക്കുമ്പോൾ ചിലപ്പോൾ വല്ല ബന്ധുക്കളോ എന്തെങ്കിലും തെറി പറയുകയോ ചിലപ്പോൾ മർദ്ദിച്ചു എന്നിരിക്കും, തിരിച്ചൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടിരിക്കണം ആങ്ങളെയായി ഞാൻ എന്താ എന്തേലും പറയണ്ടേ, ഞാൻ മിണ്ടാതിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങളെ ഞാൻ ഇങ്ങനെയാണ് വളർത്തണേ, എൻ്റെ പെങ്ങൾ അവിടെ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, എൻ്റെ പെങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങൾ സ്വതന്ത്രമായിട്ടാണ് നടക്കണേ. ഒരു തട്ടത്തിൽ കയറി എന്നും പറഞ്ഞിട്ട് അവരുടെ കുടുംബക്കാർ വന്നിട്ട് എൻ്റെ പെങ്ങളെ തല്ലാൻ പറ്റുമോ? എൻ്റെ പെങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു കടയിൽ പോകണമെങ്കിൽ എന്നോട് ചോദിക്കേണ്ട, അവൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവൾ പോയിട്ട് വരും. ഇപ്പം എന്നെ വിളിച്ചിട്ട് ഞാൻ കട വരെ പൊക്കോട്ടേന്ന് ചോദിക്കാറില്ല. കാരണം അത്രയും സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ വളർത്തിയേക്കണേ. അങ്ങനെ റമീസിന്റെ വീട്ടിലേക്ക് പോയി സോന ലോക്കായി അല്ലേ? ലോക്കായി. അത് ലോക്കായത് പോരാഞ്ഞ് സമ്മതിക്കാഞ്ഞിട്ട് അവർ മർദ്ദിക്കുമായിരുന്നു. ഇതൊക്കെ അറിയണത് ഈ പെൺകുട്ടി, ഈ മറ്റേ കൂട്ടുകാരി ജോൺസി എന്ന് പറഞ്ഞ കൂട്ടുകാരി ഇന്നലെ ഞാൻ എൻ്റെ പെങ്ങളുടെ ശവമെടുക്ക് കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് കണ്ട് അവളുടെ ഭർത്താവും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും, വിളിക്കണം കേട്ടുകൊണ്ടിരിക്കുക. ഇവരുടെ അടുത്തുനിന്നാണ് ഇവളെ കബളിപ്പിച്ച് കൊണ്ടുപോകണത്. അന്നേരം മുതൽ ഉണ്ടായതൊക്കെ ഇവർക്ക് അറിയായിരുന്നു. എൻ്റെ അടുത്ത് പറയുക അന്നേരമാണ് ഇങ്ങനെ ഈ സൂയിസൈഡ് നോട്ടിൽ ഓൾറെഡി ഇതുണ്ട്, മതം മാറാനോ എഴുതിയുണ്ട്. പക്ഷേ ഇത്രയും മർദ്ദനേറ്റതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ കൃത്യമായി റമീസിന്റെയും ബന്ധുക്കളുടെയും ഒക്കെ പേരുകൾ സോന ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ റമീസിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരു അറസ്റ്റ് ഒന്നും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? പോലീസ് ഇതുവരെ ഞങ്ങളെ വിളിച്ചിട്ടില്ല. മറ്റേ കൂട്ടുകാരിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അവളാണല്ലോ മെയിനായിട്ട് മൊഴി കൊടുത്തേക്കണേ. ഒന്ന് മൊഴി കൊടുത്തോ? വീണ്ടും വിളിച്ചത് എന്തിനാണെന്നറിയില്ല. ഇനിയിപ്പോൾ മൊഴി എന്താക്കാനാണെന്നൊന്നും അറിയില്ല. അവൾ ഇന്നലെ ഈ ഉണ്ടായ സംഭവം ഇങ്ങനെ തന്നെയാണ് സംഭവം. ഇന്നലെ ഇവിടെ വന്ന ആൾക്കാരോടൊക്കെ അവൾ അങ്ങനെ പറഞ്ഞു. പിന്നെ അടിമാലിയിൽ നിന്ന് അവൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പോലീസുകാർ വിളിച്ചിട്ട്. എന്തിനാണെന്നറിയില്ല. ഞങ്ങളിതേവരെ പോലീസുകാരും വിളിച്ചിട്ടില്ല. ഈ സോന മരിക്കുന്നതിന് മുമ്പ് റമീസിന്റെ ഉമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഈ ആത്മഹത്യാക്കുറിപ്പ് അയച്ചും കൊടുത്തിരുന്നു. അക്കാര്യം അവർ പറഞ്ഞപ്പോൾ വളരെ വൈകി. സോനയുടെ മരണശേഷമാണ് അവർ ഈ കാര്യം പറയുന്നത്. 11:40 അവൾ അയച്ചിട്ട് 12:30 അവർ വിളിച്ച് ഫോണിൽ വാട്സപ്പിൽ ഇട്ട് തരണേ. അത് കഴിഞ്ഞിട്ടാണ് അവർ വിളിക്കണേ. എന്നിട്ട് അവരുടെ വോയിസിൽ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളെന്ന് അങ്ങനെ സംസാരിച്ചു കല്യാണാലോചനയ്ക്ക്. ഞാൻ പറഞ്ഞുല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുല്ലോ, മതം മാറുന്നതും എൻ്റെ പെങ്ങളിങ്ങനെ അവിടെ വന്നാലും പ്രശ്നമായിരിക്കും. അതിനെക്കുറിച്ച് ആങ്ങൾ അത്രയും മോശമായിട്ട് സംസാരിച്ചപ്പോഴേ മനസ്സിലായതാ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മോക്കും പ്രാന്താന്നും പറഞ്ഞാണ് വോയിസ് ഇട്ടേക്കണം അവരുടെ ഉമ്മ. ഗൗതം, ബേസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സോനയുടെ അമ്മയും അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. നിർബന്ധിച്ചുള്ള ഒരു മതപരിവർത്തനം, അതിന് തയ്യാറാവാതിരുന്നതാണ് ഈ 23-കാരിക്ക് ജീവിതം തന്നെ സ്വയം ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യത്തിനിടയാക്കിയത്. എന്തായാലും നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ ഒരു ഇരയാണ് ഈ കോതമംഗലത്തെ 23-കാരിയായ സോന എൽദോസ്. ഗൗതം. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ്. ടീച്ചർ, ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നമ്മൾ തന്നെ കൊല്ലം ജില്ലയിലുണ്ടായ 2 സംഭവങ്ങൾ, ഒന്നൊരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. മറ്റൊരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ അതേ ജില്ലയിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കോതമംഗലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു. മതം മാറാൻ തയ്യാറാകത്തില്ല, പൊന്നാനിയിലേക്ക് പോകാൻ താൻ ഒരുക്കമല്ല എന്ന് ഈ പെൺകുട്ടി പറയുന്ന ഘട്ടത്തിൽ അതിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ശശികല ടീച്ചർ? എത്ര പേർ ഇരയാക്കപ്പെട്ടാലും കേരളത്തിന്റെ ഭരണ സംവിധാനമോ അതല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് അവകാശപ്പെടുന്നവരോ ഒന്നും ഇതിൽ ഞെട്ടില്ല. കാരണം അവർക്ക് ചിലരെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ആ പ്രീണനം ഇല്ലായിരുന്നെങ്കിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത് നമുക്ക് നിർത്താമായിരുന്നു. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുകയും അതിൽ എന്താണ് ഇതിന്റെ പിന്നിൽ, ഒരു പക്ഷേ ഈ വ്യക്തിയല്ല ഇവിടെ ചെയ്ത ഈ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ എന്നല്ല പറയേണ്ടത്, അല്ലെ, പ്രേരിപ്പിച്ചുള്ള കൊലയാണ്. അപ്പൊ അതിലേക്ക് നയിച്ച ആ കാമുകൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയല്ല
ഇവിടെ പ്രതി. മറിച്ച് അതൊക്കെ ചെയ്യിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്, ഒരു മത സംവിധാനമുണ്ട്. അതിനെ പൊളിച്ചെഴുതിയാൽ മാത്രമേ ഇത് അവസാനിക്കുള്ളൂ. പക്ഷെ അത്തരം ചർച്ചകളെ കേരളം ഭയക്കുന്നു. കേരളം മറ്റെന്തിന്റെയൊക്കെയോ പുറകെ പോകുന്നു. എത്ര ഇരകളാക്കിയാലും നമ്മൾ കണ്ണു തുറക്കില്ല. വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പിന്നാലെ പോയി ഈ ഇരകളുടെ എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കോർ ബോർഡ് ഉണ്ടാക്കി അതിങ്ങനെ നിത്യേന എന്നോണം അതിൽ എഴുതി ചേർക്കാനോ മാത്രം വിധിക്കപ്പെട്ടവരായി നമ്മൾ. അപ്പോ ഇത് എത്ര നാൾ ഇങ്ങനെ തുടരും എന്നുള്ളതാണ് ചിന്ത. ഇപ്പൊ നമുക്ക് പലയിടത്തും ഓടിച്ചെന്ന് ഇപ്പോ കന്യാസ്ത്രീകളുടെ പ്രശ്നം ഛത്തീസ്ഗഡിൽ ഉണ്ടായപ്പോ അവർക്കെതിരെ നടന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നടന്ന പ്രകടനങ്ങളിലൊക്കെ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളുടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഇതിലെന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഒരു ക്രൈസ്തവ പെൺകുട്ടിക്കാണ് ഈ വിധി വന്നിരിക്കുന്നത്, ഇതിലെന്താണ് അവർക്ക് പറയാനുള്ളത്? അപ്പോ തീർച്ചയായും ഇത് നമ്മൾ ഒരു തൊലിപ്പുറമെയുള്ള ചികിത്സ കൊണ്ട് മാറുന്ന ഒരു അസുഖമല്ല കേരളത്തെ ബാധിച്ചിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ തിണ്ണമെടുക്കുകൊണ്ടും മേലനങ്ങാതെ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ടുമൊക്കെ അവര് കേരളത്തെ ഞെരിച്ച് അമർത്താൻ തക്ക വിധത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ശത്രുവിന്റെ ആ ശക്തി ഇനിയും വർദ്ധിപ്പിച്ച് നമ്മളെ ചില പുറമേയുള്ള ഓയിൻമെന്റ് പറ്റലുകളോട് മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം. ഇതിന് പിന്തുണ കൊടുക്കുന്ന ഇസ്ലാമിക സംഘടനകളെയും അല്ലെങ്കിൽ ഇതിന് പ്രേരണ കൊടുക്കുന്ന മതപുരോഹിതന്മാരെയും അവരെയൊക്കെ തന്നെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് ഇതിന്റെ തെറ്റ് സമാജത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. 23 വയസ്സുള്ള ഒരു കുട്ടി ഇതിനെപ്പറ്റി ഇപ്പോഴും ബോധവതിയല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം ഒരു കെണിയിൽ ആ കുട്ടി പോയി ചാടിയത് വേണ്ടത്ര ചർച്ചകൾ ഇവിടെ നടക്കാത്തതുകൊണ്ടാ. ചെറിയൊരു കുട്ടിയല്ല, ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയല്ല, 23 വയസ്സായ ഒരു കുട്ടിയാണ്. 23 വയസ്സായ യുവതി എന്ന് തന്നെ പറയട്ടെ. ആ 23 വയസ്സായ ഒരു യുവതിക്ക് പോലും കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളുടെ ഈ ദുരുദ്ദേശം എന്താണ് എന്നും എത്ര ഇരകൾ ഉണ്ടായി എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇരകളുടെ എണ്ണം കൂടുതൽ വർദ്ധിക്കുന്നത്. അപ്പോ അതിന് കാരണം ഇത്തരം ചർച്ചകൾ വേണ്ടത്ര നടക്കുന്നില്ല. ഇപ്പോ ഛത്തീസ്ഗഡിലെയോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ എവിടെയെങ്കിലും നടക്കുന്ന ചെറിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന കോളിളക്കവും കോലാഹലവും ഒക്കെ നമ്മുടെ സ്വന്തം പെൺമക്കൾ മരിക്കുമ്പോൾ അവർ ദുരിതത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇത് ഒന്ന് മാറി ചിന്തിക്കുക തന്നെ വേണം. ഗൗരവമായ ചർച്ചകൾ നടക്കണം. സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അത് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് എത്തണം. ഒപ്പം ഇത് ചെയ്യുന്നവരെ പൂട്ടാനുള്ള സംവിധാനവും ആവശ്യമാണ്. ഈ സോനയുടെ സഹോദരൻ ബേസിലിന്റെ പ്രതികരണം ഇതിൽ വളരെ ശ്രദ്ധേയമാണ്. കുറച്ച് സമയം മുമ്പ് ജനം ടി വിയോട് ഈ ബേസിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ബേസിൽ തന്നെ പറഞ്ഞൊരു കാര്യം, പോലീസ് ഇതുവരെ ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ ഈ റമീസിനെ പിടിച്ചിട്ടുണ്ട്. അത് ജനം ടി വി ഇത് വലിയൊരു ചർച്ചയാക്കി ഈ വിഷയത്തെ മാറ്റിയ ഘട്ടത്തിലാകാം ഒരുപക്ഷെ ഈ വ്യക്തിയെ പിടിക്കാനെങ്കിലും പോലീസ് തയ്യാറായിട്ടുള്ളത്. മാത്രമല്ല ഈ ബേസിൽ ഉൾപ്പെടെയുള്ള കുടുംബം പരാതിപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുമതം ഉപേക്ഷിച്ച് മുസ്ലിം മതം സ്വീകരിക്കാൻ ഈ സോന തയ്യാറാകാത്തത് കൊണ്ടാണ് തൻ്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്ന് സഹോദരൻ പറയുന്നു, കുടുംബം പറയുന്നുണ്ട്. ഈ നിമിഷം വരെ പോലീസ് ആ കാര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും ഈ കുടുംബത്തെ വിളിച്ചൊന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം അന്വേഷണങ്ങളിലൊക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ചൂരിയോടുള്ള ക്ഷേത്രത്തിന്റെ വിഷയം പറഞ്ഞ് ജനം ടി വി പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ, നമ്മൾ ഹൈന്ദവ സംഘടനകൾ അങ്ങോട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അതിന്റെ പ്രതികളെ പോലും പിടിക്കില്ല. കാരണം ഇവിടെ ചിലര് ഭയന്നുകൊണ്ടാണ് നിയമ സംവിധാനങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. ചില വൈകാരികമായ വിഷയങ്ങൾ മറ്റു ചിലത് ഉണ്ടാക്കുകയും അതിന്റെ പുറകെ ഓടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ അവർ മറന്നു പോവാണ്. ഈ കുടുംബത്തിന്റെ മൊഴി മതിയല്ലോ, നിർബന്ധിത മതപരിവർത്തനമാണ്, അതിന്റെ ഇരയാണ് ആ കുട്ടി എന്ന് വരാൻ ഈ കുടുംബത്തിന്റെ മൊഴി മാത്രം മതി. ഇതിന് ക്രൈസ്തവ സംഘടനകൾക്ക് എന്ത് പറയാനുണ്ട് എന്നുകൂടി അറിയാനുണ്ട്. ക്രൈസ്തവ പൗരോഹിത്യത്തിനും ക്രൈസ്തവ സംഘടനകൾക്കും ഇവിടെ എന്ത് പറയാനുണ്ട്? ഇപ്പോ നമ്മൾ ഉത്തരേന്ത്യൻ വിഷയത്തിലൊക്കെ വലിയ കോളിളക്കം ഉണ്ടാക്കിയിട്ടും ചില എം പിമാരെ കാണാനില്ല എന്നുള്ള കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ കുട്ടിയുടെ സ്ഥലത്ത് അവിടെ എം പി ഇല്ലേ, MLA ഇല്ലേ? ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടു? നീതി നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും MLA എം പി ഈ വിഷയത്തിൽ വരുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഈ കുട്ടിക്ക് സംഭവിച്ച ദുര്യോഗത്തെ പറ്റി ചർച്ച ചെയ്യാൻ തന്റെ ഇടമുള്ള ഒരു MLA എം പിയോ ആ നാട്ടിലുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ഒന്നുകൂടി, കാരണം ജനം ടി വി എന്നൊരു മാധ്യമം മാത്രം ഇന്ന് ഇത് വെച്ച് നടക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എല്ലാ മാധ്യമങ്ങളും അവർക്ക് എന്താണ് സമൂഹത്തോടുള്ള ബാധ്യത എന്ന് തിരിച്ചറിയുകയും ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാവുകയും ഒപ്പം ഇവിടുത്തെ ഭരണ സംവിധാനം രാഷ്ട്രീയത്തിന് കിട്ടാവുന്ന സംഘടിത വോട്ടിനപ്പുറത്തേക്ക് ഇതിനെ ഗൗരവമായി കാണുകയും ചെയ്യണം. അല്ലെങ്കിൽ നാടിന്റെ സ്വസ്ഥത ഇത് തകർക്കും. എത്ര ഇരകളെ നമ്മൾ എണ്ണിയുണ്ടാക്കും? എത്ര വീടുകൾ ഇപ്പൊ ഇതിന്റെ കണ്ണീര് വീഴുന്നുണ്ട്? അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ. അതിന്റെ അവസാനത്തെ ഇരയായി മാറട്ടെ എന്ന് മാത്രമാണ് ഇപ്പൊ ആഗ്രഹം. വളരെ നന്ദി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കോതമംഗലത്തെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ജനം ടി വി നടത്തിയ നിർണായക ഇടപെടൽ ഇപ്പോൾ ഫലം കാണുകയാണ്. ജനം ഈ വിഷയം ചർച്ച ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ
റമീസ് എന്ന ഈ കേസിലെ പ്രതി അല്ലെങ്കിൽ ഈ സോനയുടെ കാമുകൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളാണ് നിഷ ദിലീപ് കോതമംഗലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്.